ഹേ ഗായ്സ്, നമ്മളിന്ന് ഒന്ന് പുറത്ത് വരെ ഒന്ന് പോവുകയാണ്. നമുക്ക് കുറച്ച് ഡ്രൈവ് ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഷൂസൊക്കെ ഇട്ടൊന്ന് റെഡി ആവാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കാർ വ്ളോഗിങ്, മോട്ടോ വ്ളോഗ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മുടെ കാർ കീ, ഫോൺ, ഓക്കെ, നമുക്ക് പോയിട്ട് വരാം. ഇവിടുന്ന് നമ്മുടെ വണ്ടി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ വണ്ടി, ഫോർഡ് മോണ്ടിയോ ആണ് നമ്മുടെ വണ്ടി. ഇനി ഈ ഒരു ക്യാമറ ഇവിടെ സെറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ഫുൾ മൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ മോട്ടോ വ്ളോഗ് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള എൻ്റെ സെറ്റിങ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതൊന്ന് ഞാൻ റെഡി ആയിക്കട്ടെ. ഓക്കെ, നമ്മൾ ക്യാമറ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ മൈക്ക് എക്സ്റ്റേണലോരം കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് 27 മിനിറ്റാണ് ട്രാവൽ ടൈം കാണിക്കുന്നത്. ഏകദേശം 14 മൈൽ പോകാനുണ്ട്. 14 മൈൽ എന്ന് പറയുമ്പോൾ കിലോമീറ്റർ കണക്ക് വരുമ്പോൾ എത്ര വരും? 18-20 കിലോമീറ്ററിന് മേളിലുണ്ടെന്ന് തോന്നുന്നു. ഇത്ര പോകാനുണ്ട് വൺ സൈഡ്. നമുക്കപ്പോൾ പോകണം. നമുക്ക് നൈസായിട്ട് പയ്യെ അങ്ങോട്ട് പോവാം. അപ്പം നമുക്ക് പയ്യെ അങ്ങോട്ടേക്ക് പോവാം. ഇന്ന് പിന്നെ സാറ്റർഡേ ആണ്, വീക്കെൻഡാണ്. അതുകൊണ്ട് വലിയ തിരക്കുണ്ടാവില്ല റോഡിലൊന്നും. ഓക്കെ, നമുക്ക് പോയി നോക്കാം. വണ്ടി പോയി കേട്ടെ. ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. വണ്ടി പോകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് കൊടുക്കണേ. ഇവിടെ വണ്ടി പാർക്കിംഗ് ഒക്കെ നല്ല സീനാണ്. ഓൾറെഡി ഇവിടെ ഉള്ളവർക്ക് അറിയാലോ. ഞങ്ങളുടെ ഇവിടെ സ്ട്രീറ്റ് പാർക്കിംഗ് ആണ്. നമുക്ക് വീട്ടിലിടാനായിട്ട് പറ്റില്ല. അപ്പം അതൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു അമ്മച്ചിയാണോ ഒരു പുള്ളിക്കാരനാണോ? അടുത്ത ആൾ. നിങ്ങളൊക്കെ ഇത് എങ്ങോട്ട് വരണേ? സാറ്റർഡേ ഈവനിങ് ആയപ്പോൾ തൊട്ട് നല്ല തിരക്കായി തുടങ്ങിയിട്ടുള്ളൂ. രാവിലെ ഒന്നും ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. എന്ത് സുഖമായിരുന്നു. ഈ വെയില്. പിന്നെ ഇവിടുത്തെ സമ്മറൊക്കെ കുറഞ്ഞു തുടങ്ങി കേട്ടോ. ഇപ്പം ചെറിയ തണുപ്പുകളൊക്കെ ഉണ്ട്. രാവിലെകളിൽ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണാൻ പറ്റുള്ളേ. ഇപ്പം കുറച്ചുകൂടി വൈഡായിട്ട് കാണാമല്ലോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെന്താ, നമുക്കിവിടെ UK ഗൂഗിൾ മാപ്പ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു 100 പേരെടുത്ത് അതിലൊരു 90-95 പേരും ഫോണിൽ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് കാർ ഓടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാലേ, ഇവിടെ നമുക്ക് മാപ്പും കാര്യങ്ങളും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ അങ്ങനെ പറ്റില്ല. ഒന്ന് സ്പീഡ് ലിമിറ്റ് പിന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്താ പറയുക, ചില ടേൺസ് ഒക്കെ ഉണ്ട് നമുക്ക്, നോ എൻട്രി അത് ഇതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാനായിട്ട്. ഇത് കണ്ടോ, ഞാനിവിടെ റോഡൊന്ന് കാണിച്ചു തരാം. പിന്നെ റോഡിൽ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സൺഡേ ആയ കാരണം വലിയ തിരക്ക് അങ്ങനെ ഇല്ല. തിരക്ക് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും. ഭയങ്കര തിരക്കുള്ള സമയങ്ങളുണ്ട്. ഇന്നിപ്പോൾ അത്ര അങ്ങനെ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. നോക്കട്ടെ. പിന്നെ നാട്ടിലെ വിശേഷങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മഴ വൻ സീനല്ലേ. ഞാൻ ഇവിടുത്തെ ന്യൂസിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിലേക്ക് കുളിച്ചപ്പോഴും പറയണം, മഴ നിർക്കാണ്ടുള്ള മഴയാണ്. ഭയങ്കര എന്താ, പുഴയിലൊക്കെ വെള്ളം കയറുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു. എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം 2018 പ്രളയം ഞങ്ങൾ നല്ലോണം എഫക്റ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്കറിയാം എങ്ങനെയാണ് വെള്ളം കയറി കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വരിക എന്നുള്ളത്.
എന്തായാലും വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇരിക്കട്ടെ എല്ലാവരും, അങ്ങനെ പ്രാർത്ഥിക്കാം. സിഗ്നലേ മാറിയിട്ടില്ല കേട്ടോ, സിഗ്നൽ ഇവിടെ നിന്ന് കഴിയണം. അയ്യോ വേറൊരു പണി കിട്ടി, എൻ്റെ മൊബൈൽ ഡാറ്റ ഓഫായിരുന്നു, വൈഫൈ കണക്ട് ചെയ്ത് കിടന്നാറില്ലേ. പിന്നെന്താ പറയാൻ വന്നല്ലോ, പറ്റിയായി, നമുക്കിനി പോവാം. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് ഇത് തുടങ്ങും, എന്ത് തിരക്ക് തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ ഓഫീസ് ടൈമുകളുണ്ടല്ലോ, ഓഫീസിൽ നിന്ന് വരുന്ന ടൈമും ഓഫീസ് കഴിഞ്ഞ് വരുന്ന ആ ഒരു ടൈമൊക്കെ, ആ ഒരു ടൈമിൽ എന്ന് വെച്ചാൽ അവിടെ റോട്ടിൽ ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര തിരക്ക്. ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള കാറുകളുണ്ടോ, ഇതാ ഒരു ഇതിൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞ് തന്നെ വണ്ടികളുടെ തിരക്കാണ്. ഒന്ന് നോക്കിയെടുത്തില്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ചാമ്പും. ഇവിടെ പാർക്കിങ് ഏറ്റവും നമ്മൾ ഫേസ് ചെയ്യണത് പാർക്കിങ്ങാണ്. കാരണം നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ വീടുകൾക്ക് അങ്ങനെ സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ല, വണ്ടി ഇടാൻ കാർ പോർച്ച് അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ പോർച്ച് എന്നൊക്കെ പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ തന്നെയൊക്കെയാണ്. അതാണ് ഈ റോഡ് സൈഡുകളിൽ വണ്ടികൾ നിർത്തിയിട്ടില്ലേ, അതൊരു ഒന്നാലോചിച്ചാൽ അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു രാജ്യത്തൊക്കെ അതല്ലാതെ വേറെ പോസിബിലിറ്റി ഇല്ല. കാരണം എന്താ, ആളുകളുടെയൊക്കെ വീടുകൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, തൊട്ട് അങ്ങനത്തെ വീടുകളാണ്. എൻ്റെ മോനെ ഏതാ വണ്ടി. പിന്നെ ഇവിടെ നാട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റോട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന വണ്ടികളാണ്. ഒരു മിനിറ്റ്, ഈ ഗൂഗിൾ മാപ്പ് അമ്മച്ചി ജബാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഗൂഗിൾ മാപ്പ് അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, വെയ്സ് ആപ്പാട്ടോ. നമുക്ക് വെയ്സ് ആപ്പ് അടിപൊളിയാണ്. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് വെയ്സ് ആപ്പാണ്. വെയ്സ് എന്ന് പറഞ്ഞ ആപ്പ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലത് അത്ര യൂസ് ചെയ്യണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഗൾഫ് കൺട്രീസിലൊക്കെ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ വെയ്സ് ആപ്പ്. നല്ലതാവും, നല്ല ഹെൽപ്ഫുള്ളായ ഒരു ആപ്പ്. അയ്യോ, നമുക്ക് എന്തെങ്കിലും അലേർട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആപ്പ് നേരത്തെ പറയും. അതായത് ഇന്ന റോട്ടിൽ ഇവിടെ ഇതുണ്ട്, എന്താ ഇപ്പോൾ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെയ്സ് ആപ്പിൽ അറിയാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ വെയ്സ് ആപ്പിനുണ്ട്. നമ്മൾ വേറെ വന്നിട്ട് പറഞ്ഞു നിർത്തിയായിരുന്നേ. പിന്നെ അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. നമ്മൾ മലയാളം ടെക്കീസിൽ നിന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇത് മലയാളം ടെക്കീസിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് വേർഷൻ നമ്മൾ ഇറ്റ്സ് മൈ സ്റ്റോറീസിലും പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഏതിലാണ് വ്യൂസ് വരുന്നത് അല്ലെങ്കിൽ ഏതിലാണ് ആൾക്കാർ റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കണം. അതായത് കൂടുതൽ വീഡിയോസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ ടൈം കിട്ടും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെ വന്നാലും ഡെയിലി രാവിലെയും വൈകുന്നേരം ജോലിക്ക് പോകുമ്പോൾ വണ്ടി ഓടിക്കണം. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടാണ് വീഡിയോ എടുക്കാൻ, ലൈക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു നല്ല ഇതാണ്. കാരണം വേറെ ആരും നോക്കണ്ട, എനിക്ക് സ്വയം വർത്താനം പറഞ്ഞിട്ട് ഓടിക്കാം. നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് എനിക്ക് വണ്ടി ഓടിക്കാം. ലൈക്ക് കുറച്ചുകൂടി കംഫർട്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ ക്യാമറ ചാർജ് വരുന്നുള്ള പേടിയില്ല, നമുക്ക് കാറിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്തെടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട്. എൻ്റെ ഇരിക്കുന്ന വണ്ടി ഞാൻ UK വന്നിട്ട് രണ്ടാമത് മേടിച്ച വണ്ടിയാണ്. ഇതിന് മുന്നേ എൻ്റെ ഉണ്ടായിരുന്നത് ഹോണ്ട ജാസ് ആണ്. ഹോണ്ട ജാസ് 2011 മോഡലായിരുന്നു. ഞാനിവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് മേടിച്ച എൻ്റെ കാറാണ് ഹോണ്ട ജാസ്. പുതിയതൊന്നുമല്ല, സെക്കൻഡ്. ഇവിടെ ഒന്നും അങ്ങനെ പുതിയത് മേടിക്കാറൊന്നും അത്ര ലെവലിലേക്ക് ഞാൻ വളർന്നിട്ടില്ല. എടുക്കണേന് സീനൊന്നുമില്ല. കാരണം ഇവിടെ നമുക്ക് ലോണൊക്കെ കിട്ടും, ലൈക്ക് വണ്ടി എടുക്കാനൊക്കെ ലോൺ കിട്ടും. അപ്പം ഞാൻ അങ്ങനെ ലോൺ ഇട്ടിട്ടൊന്നും അങ്ങനെ എടുക്കാനുള്ള ഉദ്ദേശവും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഫസ്റ്റ് വണ്ടി ഹോണ്ട ജാസ് ആയിരുന്നു. അതിൽ നിന്നും മാറി ഇപ്പോൾ ഫോർഡ് മോണ്ടിയോ ആണ്. ഫോർഡ് മോണ്ടിയോ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഈ ഒരു മോഡൽ വരുന്നില്ല. ഫോർഡ് മോണ്ടിയോ എന്ന് പറയുന്ന ഫോർഡിൻ്റെ അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഒരു ബ്ലൂ കളറുമാണ്. എനിക്ക് ആ ഒരു ബ്ലൂ കളറ് എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ചാൽ, നാട്ടിലെ എൻ്റെ വണ്ടി സുസുക്കി ഡിസയറാണ്, മാരുതിയുടെ. അത് 2025 മോഡല്. അപ്പോൾ ആ ഒരു വണ്ടി ഞാൻ കുറേ ഇഷ്ടപ്പെട്ടെടുത്തത്. അത് പക്ഷേ ഓട്ടോമാറ്റിക് ആട്ടെ, ഇത് ഓട്ടോമാറ്റിക് അല്ല. അത് കണ്ടെടുത്തപ്പോൾ ലൈക്ക് എനിക്ക് ഇവിടെ വന്നിട്ട്, അപ്പോഴും എൻ്റെ ഹോണ്ട ജാസൊക്കെ ആയിരുന്നു ആ കാർ എടുത്ത സമയത്തൊക്കെ.
എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ കാർ എടുത്തിട്ട് എനിക്ക് ആ കാർ ഓടിക്കാൻ പറ്റണില്ലല്ലോ. അത് നാട്ടിലെ, കാരണം അത് നാട്ടിലാണ്, ഞാൻ വീട്ടിലേക്കായിട്ട് മേടിച്ചതാണ്. എനിക്ക് കാർ ഓടിക്കാൻ പറ്റണില്ലല്ലോ, അങ്ങനെയാന്നൊക്കെ ഭയങ്കര 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 ഒരു ഇതൊക്കെ തോന്നിയ ടൈമുണ്ട്. അങ്ങനെയൊക്കെ ഇരുന്ന ടൈമിൽ എന്താ എനിക്ക് എൻ്റെ കുറച്ച് പൈസ ആയിപ്പോൾ ലൈക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ എനിക്ക് എൻ്റെ ഹോണ്ട ജാസ് ഒന്ന് മാറ്റാം. കാരണം ഹോണ്ട ജാസ് മാറ്റാറായി എന്ന് എനിക്ക് തോന്നി തുടങ്ങിയിരുന്നു. ഞാൻ ഏകദേശം ഒരു എത്ര വർഷം ഓടിച്ചോ വണ്ടി? രണ്ട് വർഷത്തിനടുത്ത് ഞാൻ എൻ്റെ ഹോണ്ട ജാസ് ഞാൻ ഓടിച്ചു. 2 വർഷത്തിന് മേളിൽ ഓടിച്ചു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ എനിക്കങ്ങനെ മാറ്റണം എന്ന് തോന്നി. ഒറ്റ മൈൻഡിൽ ഞങ്ങളൊരു ബർത്ത്ഡേ പരിപാടിക്ക് കെൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിരുന്നു. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഇങ്ങനെ വണ്ടികളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് ആണ് കൂടുതലും നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ കെൻറ്റിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ, ഒരു ഫാമിലി ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയപ്പോൾ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഞാൻ മുൻപ് മെസ്സേജ് അയച്ചിട്ടായിരുന്ന ആൾ റിപ്ലൈ തന്നു. അത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് റിപ്ലൈ തന്നത് കേട്ടോ. റിപ്ലൈ തന്നപ്പോൾ കെൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും അവിടെ ഞാൻ ഈ പരിപാടിക്ക് പോകുന്നുണ്ട്, എന്നാൽ പിന്നെ നോക്കാലോ എന്ന് വിചാരിച്ച് പുള്ളി കോണ്ടാക്ട് ചെയ്തപ്പോൾ ചെന്നു വണ്ടി ഓടിച്ചു. വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. 2017 വണ്ടിയാണ് ഈ കാറ്. ഞാൻ അതിന് മുന്നത്തെ എൻ്റെ 2011 ആയിരുന്നു ഹോണ്ട ജാസ്. അപ്പോൾ ഹോണ്ട ജാസ് കൊണ്ട് പോയപ്പോഴാണ് ഞങ്ങൾ ഇത് കണ്ടതും ഇത് എടുക്കാനുള്ള ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ആ പ്രോഗ്രാമിന് പോയി വണ്ടി കണ്ടു, ഓടിച്ചു നോക്കി, ഇഷ്ടപ്പെട്ടു. നല്ല വണ്ടിയാണ്, കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറേ നാളായിട്ട് ഈ പൂച്ചയൊക്കെ കയറി, അതായത് ഈ കാറിൻ്റെ ഓണർക്ക് പൂച്ചയുണ്ട്, 1-2-3 പൂച്ച കണ്ടിട്ട്. അപ്പോൾ പൂച്ചപ്പൂടെ അത് ഇതൊക്കെ ആയിട്ട് ആകെ ഒരു മെസ്സായിട്ട് കിടക്കാറ് കാറിൻ്റെ ഉള്ളിൽ. അതെല്ലാം ഫുൾ ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ആള് ഡെയിലി യൂസ് ചെയ്യുന്നു കാറും കൂടിയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഒട്ടും അങ്ങനെ ഇത് എന്താ ഓടിച്ചു നോക്കി സെറ്റാണ്, കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാന്ന് കണ്ടുപിടുത്തു, അത്രേ ഉള്ളൂ. വേറെ വലിച്ച കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ മോട്ടോർവേ കയറിയിട്ടുണ്ട് കേട്ടോ. മോട്ടോർവേ ആണ്. നമ്മുടെ NH എന്നൊക്കെ പറയണ പോലെ നമുക്കിവിടെ പറപ്പിക്കാൻ പറ്റും. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 70 മൈൽസാണ് മോട്ടോർവേയിലെ മാക്സിമം സ്പീഡ് ലിമിറ്റ്. പിന്നെ അതല്ലാതെ വേരിയബിൾ സ്പീഡ് ലിമിറ്റ് അവർ ഇടും ഇടയ്ക്കെന്ന് വെച്ചാൽ എന്തെങ്കിലും റോട്ടിൽ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു സ്പീഡ് ലിമിറ്റ് നമുക്ക് കുറയും. മേളിൽ ആ ബ്ലാക്ക് കളർ സാധനം കണ്ടോ, ഒരു വലിയ ഇത് പോയേക്കണേ, അതിലൊരു സ്പീഡ് ലിമിറ്റ് കാണിക്കും. ഇപ്പോൾ സ്പീഡ് ലിമിറ്റ് 70 തന്നെയാണ്. അതാണ് ഇവിടുത്തെ നാഷണൽ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. മോട്ടോർവേയുടെ 70 മൈൽസ് പെർ ഹവർ ആണ്. അതായത് നാട്ടിലൊരു 80-90 km/h അല്ലേ, അതൊന്നും എന്തെങ്കിലാവട്ടെ. അതായത് ഞാനിപ്പോൾ 70-ലൊന്നും അല്ല പോണേ, ഞാനൊരു 65-67 പോണേ. നമുക്ക് കാരണം അധികം കയറി പോകേണ്ട ആവശ്യമില്ല. നമുക്കൊരു സ്ഥലത്തുനിന്ന് ലെഫ്റ്റ് എക്സിറ്റ് എടുക്കണം. പിന്നെ ഇവിടെ നമുക്ക് അങ്ങനെ തോന്നണ പോലെയും ഓടിക്കാനൊന്നും പറ്റില്ല. കാറ് ഓടിക്കാനൊക്കെ പറ്റും. ഓടിക്കണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ. ഞാൻ ഇപ്പോൾ ഫാസ്റ്റ് ലൈനിൽ കയറി ഓടിക്കണമെങ്കിൽ ഇപ്പോൾ എന്ത് വേണമെങ്കിലും ഓടിക്കുകയും കാണിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതിനുള്ള ഭവിഷ്യത്തുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾമോസ്റ്റ് മോട്ടോർവേയിൽ മിക്ക സ്ഥലത്തും ക്യാമറകളുണ്ട്. നമ്മൾ ഓവർ സ്പീഡായ ഫ്ലാഷ് അടിക്കും, നമുക്ക് കാണാൻ പറ്റും ഫ്ലാഷ് അടിക്കണമൊക്കെ. നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു ഫ്ലാഷ് അടിച്ചാൽ ഫ്ലാഷ് അടിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അപ്പം അറിയാൻ പറ്റും നമ്മുടെ ഡ്രൈവിങ്ങിൽ നിന്ന്. അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതാണ്, അത് എല്ലാവർക്കും UK-യിലുള്ള എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഏറ്റവും സേഫായിട്ട് കാർ ഓടിക്കാൻ അല്ലെങ്കിൽ ഒരു ലോങ് ജേർണി പോകാൻ ഏറ്റവും സേഫായിട്ടും ഏറ്റവും അടിപൊളി എന്ന് പറയാൻ പറ്റിയതും ഈ ഒരു മോട്ടോർവേ ആണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയണത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, സ്ട്രെയിറ്റ് റോഡാണ്. നമുക്ക് ഉള്ളുവഴികളൊന്നും കയറി പോകണ്ട, അതായത് ഊടുവഴികളൊന്നും കയറണ്ട, സ്ട്രെയിറ്റ് വച്ചു പിടിച്ചാൽ മതി. എനിക്ക് മോട്ടോർവേ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ എവിടെ ഓക്കെ എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ, കാണുന്നില്ലേ? ഓക്കെ, ഇപ്പം കാണാമെന്ന് തോന്നുന്നു. ഈവൻ ഞാൻ എൻ്റെ ഹോണ്ട ജാസ് 2011 ഹോണ്ട ജാസ് വെച്ചിട്ട് ഞാൻ സ്കോട്ട്ലൻഡിൽ പോയിട്ടുണ്ട് 2 വട്ടം. ലൈക്ക് എന്താ പറയുക,
എനിക്ക് അത്ര ഇഷ്ടമാണ് കാർ ഓടിക്കാനായിട്ട്. സ്കോട്ട്ലൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കാം UK അല്ലേ എളുപ്പമല്ലേ എന്ന്. ഗൈസ്, ഞാനിവിടെ ഇംഗ്ലണ്ടിലാണ്. സ്കോട്ട്ലൻഡ് വേറൊരു UK ഭാഗം തന്നെ, പക്ഷെ അത് വേറൊരു രാജ്യമാണ്. കാരണം 4 രാജ്യങ്ങളുടെ ഒരു സംഭവം കൂടിയതാണ് ഈ UK എന്ന് പറയുന്നത്. ഞാൻ നിൽക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. സ്കോട്ട്ലൻഡ് വേറൊരു ഇതാണ്. ഇവിടുന്ന് ഏകദേശം 700 മൈൽസ് ഉണ്ട്. ഒറ്റ ഇതിൽ പറയാന്നുണ്ടെങ്കിൽ അതായത് വൺ സൈഡ് അങ്ങോട്ട് പോകണതിന് 7.25 മണിക്കൂർ 8 മണിക്കൂർ എടുക്കും. അത് നമ്മൾ പെട്രോൾ അടിച്ച് റസ്റ്റ് ഒക്കെ എടുത്ത് പോകാന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നാലും ഒരു 9 മണിക്കൂർ, മാക്സിമം 9 മണിക്കൂർ, അതിന് മേളിലൊന്നും വരുന്നില്ല. ഞാൻ എൻ്റെ ഹോണ്ട ജാസ് കൊണ്ട് ഞാൻ പോയായിരുന്നത്, എനിക്ക് ജേർണി വന്നത് 7.25 മണിക്കൂറാണ്. കാരണം ഞാൻ പെട്രോൾ അടിച്ചിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല. ഫ്യൂവൽ ഫില്ല് ചെയ്യാനായിട്ട് നിർത്തും, കാരണം നമുക്ക് ഫുൾ ടാങ്ക് അടിച്ചാലും സ്കോട്ട്ലൻഡ് ഒന്നും വരെ പോയി വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല, വെയിൽ വന്നേക്കണം അല്ലേ. നിങ്ങളെന്നാൽ റോഡ് തന്നെ കണ്ടോ. ഞാൻ എന്തായാലും കഥ പറയാം. അപ്പോൾ സ്കോട്ട്ലൻഡ് നമ്മൾ പോയത് 7.25 മണിക്കൂർ എടുത്ത് യാത്ര വന്നിരുന്നു. നമുക്ക് നല്ല അടിപൊളി ജേർണിയൊക്കെ ആയിരുന്നു. കാരണം ഞാൻ എൻജോയ് ചെയ്ത് വണ്ടി ഓടിച്ച ടൈമാണ്. 2 വട്ടം പോയി, അതും രണ്ടും അടിപൊളി തന്നെയായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ എന്താ കാട് കയറി വന്ന് നമ്മൾ റോഡിൻ്റെ കാര്യം പറഞ്ഞ് സ്കോട്ട്ലൻഡ് വരെ എത്തി. നമ്മൾ പറഞ്ഞു മോട്ടോർവേ UK എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് റോഡാണ്. ലൈക്ക് അങ്ങനെ കുണ്ടും കുഴിയോ അതും കാര്യങ്ങളൊന്നുമില്ല, നല്ല സ്ട്രെയിറ്റ് റോഡാണ്. ഈവൻ ഹീത്രോ എയർപോർട്ടിലോട്ട് പോകണമെങ്കിൽ വരെ നമുക്ക് ഈ ഒരു മോട്ടോർവേ വഴിയാണ് നമുക്ക് ഇവിടുന്ന്. പിന്നെ നാട്ടിലെ ഹൈവേയും അതുപോലത്തെ സെറ്റപ്പൊക്കെ തന്നെ ഇപ്പം ഓരോരോ വീഡിയോസ് കാര്യങ്ങളെ കുറച്ചും കൂടി ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടിയും അവിടെ അപ്ഗ്രേഡേഷൻ വേണ്ടതെന്ന് വെച്ചാൽ ഈ എക്സിറ്റി കോടെ എൻട്രി എടുക്കുന്ന ആൾക്കാർ, അതൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ. ഇവിടെ നമ്മളൊരു എക്സിറ്റി കോടെ എൻട്രി എടുക്കാൻ നോക്കിയാൽ ഒരു 4 ദിവസം വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ വീട്ടിലോട്ടൊരു ലെറ്റർ വരും, നമ്മളെ അഭിനന്ദിച്ചുകൊണ്ടുള്ളൊരു ലെറ്ററൊക്കെ വരും. നമ്മളൊരു എക്സിറ്റി കോടെ എൻട്രി എടുത്താലോ അല്ലെങ്കിൽ ഒരു എൻട്രി കോടെ എക്സിറ്റ് എടുത്താലോ ഒക്കെ. ഇവിടെ ഒന്നും ആ പരിപാടികൾ നടക്കില്ല. അതൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് തന്നെ ഇവിടെയൊക്കെ. കാരണം ഇവിടുത്തെ ക്യാമറകളും ഇവിടുത്തെ പോലീസൊക്കെ അതുപോലെയാണ്. ഈവൻ നമ്മളിപ്പോൾ ഒരു എക്സിറ്റ്, ഇപ്പോൾ ക്യാമറയൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്കൂടെ നമ്മൾ വണ്ടി എടുത്ത് എന്തെങ്കിലും ഉടായ്പ കാണിച്ച് പോകുന്നു എന്ന് വിചാരിക്കേ, അവിടെ നിൽക്കുന്ന ഒരാൾ ഫോട്ടോ എടുക്കണ്ട, വീഡിയോ എടുത്ത് തെളിവോടെ കൗൺസിലിനോ അല്ലെങ്കിൽ പോലീസിനോ അയച്ചു കൊടുത്താൽ അവർ നമുക്കെതിരെ കേസ് ചാർജ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ ആക്കി തുടങ്ങിയിട്ടുണ്ടല്ല, അതൊക്കെ മുമ്പ് തൊട്ട് ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറേ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ഈ രാജ്യത്തു നിന്നല്ല വേറെ ഏത് രാജ്യത്തു നിന്നോ നമുക്ക് നമ്മുടെ നാട്ടിലത് പോസിബിൾ ആവും എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അഡാപ്റ്റ് ചെയ്തെടുത്താൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ നാട്ടിലെ പുതിയ NH പണി കഴിഞ്ഞിട്ടില്ല, അവിടെ ക്യാമറയും സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കണൊക്കെ വന്നല്ലോ. അതൊക്കെ ഇവിടെ പണ്ട് മുതലേ ഉള്ളതാണ്. ഇതിൻ്റെ ഒരു അഡാപ്ഷൻ പോലെ ആയിരിക്കാം, പക്ഷെ അതൊക്കെ നല്ലതാട്ടോ. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ എടുക്കുന്നത് സെറ്റായിരിക്കും. പിന്നെ മോട്ടോർവേ എല്ലാം അടിപൊളിയാണെന്ന് പറഞ്ഞാലും അതിനും കുറേ വേണ്ടാത്ത കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് നമുക്കൊരു കാര്യം അറിയോ, നമ്മൾ ഇപ്പോൾ ഒരു മോട്ടോർവേയിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു എന്ന് വിചാരിക്കുക. മോട്ടോർവേയിൽ ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ടിൽ പോലീസ് വണ്ടി വരും. പോലീസ് വണ്ടി വന്ന് നമ്മളിപ്പോൾ ഒരു 70 പോണ വണ്ടിയാണെങ്കിൽ സ്ലോ ആക്കി 70 എന്നുള്ളത് 50 ആക്കും, പിന്നെ 40 ആക്കും, പിന്നെ 20 ആക്കും. അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ വണ്ടി നിർത്തിക്കും നമ്മളെ. എന്നിട്ട് നമ്മൾ പോണ റോഡിൽ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ ആക്സിഡൻറ്റ് ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴാണ് അവർ നമുക്ക് പിന്നെ വണ്ടി എടുത്ത് പോവാനായിട്ട് പറ്റുള്ളൂ. അപ്പം അതുവരെ എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വണ്ടിയിൽ ഇരിക്കുക, എവിടെയാണോ സ്റ്റക്കായി കിടക്കണം അവിടെ ഇരിക്കുക, അവർ റോഡ് ഓപ്പൺ ചെയ്യണവരെ. ഞാൻ അങ്ങനെ ഒരു 1.25 മണിക്കൂറോളം ഞാൻ മോട്ടോർവേയിൽ കിടന്നിട്ടുണ്ട്. ഞാൻ ജോലി സ്ഥലത്ത്, അതായത് എനിക്ക് ജോലി കിട്ടി കഴിഞ്ഞ് എനിക്ക് ഇൻഡക്ഷൻ ഉണ്ടായിരുന്നു, അത് ലണ്ടൻ സൈഡായിരുന്നു. എനിക്ക് ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ അടുത്തുണ്ട് ലണ്ടനിലോട്ട് പോകാൻ. അപ്പോൾ കാർ ഓടിച്ച് പോകാനായിട്ട്. അങ്ങനെ എനിക്ക് ഇൻഡക്ഷൻ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ 3ാമത്തെ ഇൻഡക്ഷൻ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 3ാമത്തെ ഇൻഡക്ഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലെ റോഡിലൊരു ആക്സിഡൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മോട്ടോർവേ ക്ലോസ് ചെയ്തു.
ലൈക്ക് ആ ആക്സിഡൻറ്റിൻ്റെ അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട്. അങ്ങനെ ക്ലിയർ ചെയ്ത സമയത്ത് അതായത് ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ ഞാൻ ഏകദേശം ഒരു 2.25 മണിക്കൂറോളം കിടന്നു. അതാണ് ആകെ ഞാൻ അത്ര ഇതായിട്ട് കിടന്നിട്ടുള്ളൂ ആ ബ്ലോക്കിൽ. പിന്നെ നമുക്കവിടെ ഹോൺ അടിക്കാനോ ഒച്ചപ്പാടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ നിയമ സിസ്റ്റം അങ്ങനെയാണ്. ലൈക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുക, കാരണം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. റോഡിൽ അപകടം പറ്റിയേക്കാണ്, എന്തെങ്കിലും ആക്സിഡൻറ്റോ വണ്ടി കംപ്ലൈൻ്റ് ആയോ എന്തെങ്കിലുമൊക്കെ കിടക്കണ റോഡിൽ, അത് അവിടുന്ന് ക്ലിയർ ആക്കാതെ ഒറ്റ വണ്ടി പോലും അവർ കടത്തി വിടില്ല. നമുക്ക് കാണാൻ പറ്റും സൈഡിൽ കൂടെ സ്പീഡ് ലൈനിൽ കൂടെയും ലെഫ്റ്റ് സൈഡിൽ സ്പീഡ് ലൈനിൽ കൂടെയും ഹാർഡ് ഷോൾഡറിൽ കൂടെയൊക്കെ പോലീസ് വണ്ടികളും പിന്നെ ഹൈവേ മെയിൻ്റനൻസിൻ്റെ വണ്ടികളും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തോ എവിടെയോ സംഭവിച്ചിട്ടുണ്ട്, ക്ലിയറിങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനോ അവർ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പോരായ്മയല്ല ലൈക്ക്, പക്ഷെ അത് പറയുമ്പോൾ പോരായ്മ പോലെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എത്ര മിനിറ്റ് ആയി? നമ്മളിപ്പോൾ കഥ പറഞ്ഞ് നല്ല സമയം, 20 മിനിറ്റോളം ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണേ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു വീഡിയോ അങ്ങനെ ഞാൻ പ്രീ പ്ലാൻ ചെയ്തിട്ടോ ഒന്നും ചെയ്യുന്നൊന്നുമല്ല. ജസ്റ്റ് നിങ്ങളായിട്ട് ഇങ്ങനെയൊന്ന് സംസാരിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയാണ്, വർക്കിംഗ് ആണോ, കുഴപ്പമുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോണേണ്. സംഭവം സെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാറ്റേണിൽ കുറച്ച് വീഡിയോസ് ചെയ്യാം എന്ന് വിചാരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഇതുപോലെ വീഡിയോ ഒക്കെ പറഞ്ഞു പോകാൻ നല്ല സുഖം. കാരണം ഞാൻ ഒറ്റയ്ക്കുള്ളൂ, എനിക്ക് നിങ്ങളായിട്ട് സംസാരിക്കാൻ ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യാണ്, അല്ലാതെ എനിക്ക് ടൈം കിട്ടില്ല ജോലിക്ക് പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്നത് ക്രൂയിസ് കൺട്രോളറിലാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നമ്മുടെ നാട്ടിൽ ഏത് മോഡൽ വണ്ടികൾക്കാണ് ക്രൂയിസ് കൺട്രോൾ വന്നു തുടങ്ങിയത് എനിക്കറിയില്ല. ലൈക്ക് എന്നാലും അറിയാനുള്ളത് ത്വരമുണ്ടാ. ഇത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇതിന് മുന്നേ ഹോണ്ട ജാസ് ആയിരുന്നു. 2011 മോഡൽ ഹോണ്ട ജാസ് ആയിരുന്നു. ആ ഒരു വണ്ടിക്ക് ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, ഹോണ്ട ജാസിന് ഇവിടുത്തെ. ഞാൻ ലൈക്ക് പക്ഷേ നാട്ടിൽ ആ ഒരു ടൈമിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 2010 വണ്ടികൾക്ക് വന്നു ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കണതാണ്. അതായത് വണ്ടീനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയാ. പിന്നെ ഒരു സൈഡിൽ കൂടെ യുദ്ധം നടക്കണ്ടല്ലോ, പെട്രോളും ഡീസലും നല്ല റേറ്റാണ് അവിടെ. ഇപ്പം ഞാൻ കണ്ടത് ആ പെട്രോൾ ഷെല്ലിൻ്റെ പമ്പിൽ 185 കണ്ടത്. ഞാൻ ഈ വണ്ടിക്ക് ലാസ്റ്റ് പെട്രോൾ അടിച്ചപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടായിരുന്നു. ലാസ്റ്റ് ഫുൾ ടാങ്ക് അടിച്ചിട്ടപ്പോൾ 165 75 85 20 പെൻസ് കൂടി. അമ്മേ. അപ്പം നിങ്ങൾ ശരിക്കും 20 പെൻസല്ലേ കൂടി? കുറേ ലിറ്റർ അടിക്കുമ്പോൾ ഈ പെൻസ് എന്നുള്ളത് പൗണ്ടിലോട്ട് മാറും. എൻ്റെ ഈ ഒരു വണ്ടിക്ക് ഫുൾ ടാങ്ക് അടിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 90-92 പൗണ്ട് എടുത്താവും ഈ ഒരു കാറ് ഫുൾ ടാങ്ക് അടിക്കാൻ. എത്ര ലിറ്റർ ആയിരുന്നു ഞാൻ ഓർക്കല്ല, മറന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു കിടിലൻ ഒരു റോട്ടിൽ കൂടെ നമ്മൾ പോകണം. നമ്മൾ മോട്ടോർ വേ എക്സിറ്റ് എടുത്തായിരുന്നു കേട്ടോ. അയ്യോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഞാൻ വർത്താനത്തിൽ പെട്ടുപോയി. ഇപ്പം മോട്ടോർ വേനെ പറ്റി പറഞ്ഞില്ല എന്നല്ല, മോട്ടോർ വേ എക്സിറ്റ് എടുത്തത് അറിഞ്ഞില്ല. നല്ലൊരു റോഡിലേക്ക് നമ്മൾ കയറി. നമ്മളപ്പോൾ നല്ലൊരു കിടിലൻ റോട്ടിൽ കയറി. ഇവിടുന്ന് ഇച്ചിരി ദൂരം കൂടി, ഇനി എനിക്ക് 5 മിനിറ്റ് കൂടി ഓടിക്കാനുള്ളൂ. കാരണം ഞാൻ പോവേണ്ട സ്ഥലം എത്താറായി. ഞാൻ ഒരാളെ പിക്ക് ചെയ്യാനായിട്ട് പോണേയാണ്. അപ്പോൾ ആൾക്ക് ഡ്യൂട്ടി 8 മണിയാകുമ്പോൾ കഴിയും. അങ്ങനെ പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നറിയാം. ശ്രദ്ധിക്കാൻ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, അത് വേറെ കാര്യം. നമുക്കിപ്പോൾ പോണ വഴികളാണെന്നുണ്ടെങ്കിൽ ഒരു കട പോലും നിങ്ങൾ കണ്ടില്ലല്ലോ. ഇവിടെ അങ്ങനെ കടകളൊന്നും കിട്ടില്ല. നാട്ടിലെ പോലെ അങ്ങനെ നിരത്തി പിടിച്ച കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല. കടകളൊക്കെ ഉണ്ട്, പക്ഷേ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ അവിടെ ഇവിടെ അങ്ങനെയൊക്കെ ആയിട്ടുള്ളൂ. അതല്ലാതെ കടകളൊന്നും ഇല്ല കേട്ടോ. സ്പീഡ് ലിമിറ്റ് 30 അവിടെ കണ്ടോ, സ്പീഡ് കുറച്ചങ്ങനെ ഉണ്ടോ. ഇനി നമുക്ക് ലൈൻ കയറണം. നമുക്ക് പോകേണ്ടത് ഫസ്റ്റ് എക്സിറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഫസ്റ്റ് എക്സിറ്റ് എടുക്കുകയാണ്. റൗണ്ട് അബൌട്ട് ഇതൊരു ചെറിയ റൗണ്ട് അബൌട്ടാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാനത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൈക്ക് ഞാനൊന്ന് ആക്റ്റീവൊക്കെ ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ലൈക്ക് കുറച്ച് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കാൻ
ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനായിട്ട് നോക്കുന്ന ആളുകൾക്കൊക്കെ എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സുകളും അല്ലെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത കാര്യങ്ങളും അതിൽ ശ്രദ്ധിച്ച കാര്യങ്ങളൊക്കെ. എനിക്ക് UK ഫസ്റ്റ് ഡ്രൈവിംഗ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഈ ലൈസൻസ് കിട്ടിട്ടോ. അത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അയ്യേ ഇതാണ് ഇത്ര വലിയ കാര്യമാണെന്ന്. അത് ഇത്ര വലിയ കാര്യം തന്നെയാണ്. ഇവിടെ അങ്ങനെ ഫസ്റ്റ് ഇതിൽ തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം നാട്ടിലെ പോലെ 8 അങ്ങനത്തെ സെറ്റപ്പ് അല്ല ഇവിടുത്തെ ഡ്രൈവിങ്. നമ്മളെ റോട്ടിൽ കൂടെ ഓടിപ്പിച്ചിട്ട് എല്ലാ മനോവേഴ്സും ഒക്കെ ചെയ്യിപ്പിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് കിട്ടി. ഞാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഓടിച്ചിരുന്നു. ഒരു കാറ് വേണമുണ്ടോ, അല്ല ഒരു ബസ്. അപ്പോൾ ആ ബസ്സിന് വേണ്ടി ഞാൻ ചവിട്ടി കൊടുത്തേക്കാം. കാരണം ആ ബസ് റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ ഓൾവേസ് റൈറ്റിനാണ് ഇവിടെ പ്രിഫറൻസ്. ഇപ്പം നമുക്ക് പോവാം. ഇപ്പം നേരെ വന്ന കാറ് നമുക്ക് വേണ്ടി ചവിട്ടി തരുമായിരുന്നു, പക്ഷെ നമ്മൾ നിന്നില്ല. അപ്പോൾ ലൈസൻസിൻ്റെ കാര്യം. പക്ഷേ തിയറി ടെസ്റ്റ് ഞാനൊരു 4 വട്ടം എഴുതി. അതിന് കുറേ കഥകളുണ്ട്. ആ കഥയൊക്കെ ഞാൻ വരും വീഡിയോകളിലായിട്ട് പറയാം. കാരണം ഇന്നത്തെ ഈ ഒരു വീഡിയോ തന്നെ വലിച്ചു വരിയിട്ടാലേ എൻ്റെ മെമ്മറിയും തീരും ക്യാമറയുടെ. അതുപോലെ നിങ്ങൾ ആരും ഈ വീഡിയോ കാണാനും പോണില്ല. അപ്പോൾ നോട്ട് ദ പോയിന്റ്. ഒരു കണ്ടൻ്റാണ്. ഞാൻ UK ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായത് എങ്ങനെ, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ അതിനായിട്ട് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ അതെന്നെ ഓർമ്മിപ്പിക്കാനായിട്ട് ഈ വീഡിയോൻ്റെ കമൻറ്റിൽ കമൻറ്റ് ചെയ്യാം ആവശ്യമുള്ളവർ. അപ്പോൾ അത് ഞാൻ അടുത്ത് പിൻ ചെയ്യാം. അപ്പോൾ എനിക്ക് തന്നെ ഒരു റിമൈൻഡറാവും, ഞാൻ ഈ ഒരു കണ്ടൻറ്റ് പറഞ്ഞിട്ടുണ്ടായില്ലോ, അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണമല്ലോ എന്ന്. അല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ കുറച്ച് കഴിയുമ്പോൾ മറന്നു. അപ്പോൾ ആ ഒരു സംഭവം നടക്കാതിരിക്കാൻ നമ്മളങ്ങനെ സ്ഥലമെത്തി ഗൈസ്. നമ്മൾ സ്ഥലത്തെത്തി. ഇനി കാർ ഇവിടെ നിന്ന് ഒതുക്കി പാർക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്യാൻ ഇവിടെ നമുക്ക് ഇവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ കാർ പാർക്ക് ചെയ്തു. നമ്മളങ്ങനെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്നെ കാണാനായിട്ട് ഓക്കെ ഇപ്പം കാണാൻ പറ്റുള്ളേ. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇപ്പം എനിക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് വെട്ടം ഉണ്ടാവുമായിരിക്കില്ലേ. ഞാൻ പയ്യെ മുടിയൊന്നും വളർത്തി ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇതുവരെ അങ്ങനെ മുടി വളർത്തി നോക്കിയിട്ടില്ല. അപ്പോൾ മുടിയൊന്നും നോക്കണം. അതാണ് എൻ്റെ തല ഇതൊക്കെ ഇങ്ങനെ പറന്നിരിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു ഡ്രൈവ് ജേർണി? ഞാൻ പറയില്ല, ഞാൻ കുറച്ച് കംഫർട്ടാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് സംസാരിച്ച് പോകുമ്പോൾ. ഇതൊക്കെ എനിക്ക് പേഴ്സണലി നല്ലൊരു ഇത് കിട്ടി. നല്ല രസമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വണ്ടി ഇതാണ് എൻ്റെ വണ്ടി, ഫോർഡ് മോണ്ടിയോ. ഇതിൽ മറ്റേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം മാപ്പ് എല്ലാം വരുന്നതൊക്കെയാണ്. പിന്നെ ഓട്ടോമാറ്റിക് ഒന്നും അല്ല, ഇത് തന്നെയാണ്. എക്സിറ്റ് കാര്യങ്ങൾ സെറ്റാണ്. അങ്ങനെ അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു 10-30 മിനിറ്റിന് മേളിലായിട്ടുണ്ട് ഈ ഒരു വീഡിയോ. ഇതിൻ്റെ ഔട്ട്പുട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ ബാലൻസ് വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാമെന്നല്ല, നല്ല റെസ്പോണ്ട് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യും. കാരണം എന്നെ അത് കുറേ മോട്ടിവേറ്റ് ചെയ്യും. നല്ല വീഡിയോ അല്ല, ചീറ്റിപ്പോയ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഒന്നും ചെയ്തു എന്ന് വരില്ല, ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ വന്നാലേ ഉള്ളൂ. അപ്പോൾ ഞാൻ മെയിനായിട്ട് നിങ്ങൾ ഇംഗ്ലണ്ടിലോട്ട് അല്ലെങ്കിൽ UK വരാനിരിക്കുന്ന സ്റ്റുഡൻ്റായിട്ടോ അല്ലെങ്കിൽ ഇനി വർക്ക് പെർമിറ്റിലോ അല്ലെങ്കിൽ ഫാമിലി ഒക്കെ വരാനിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണം, അതിനെപ്പറ്റി വീഡിയോസൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എനിക്കൊരു മടിയില്ല വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ
അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ആ ഉപകാരപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം മലയാളം ടെക്കീസിൽ നമ്മൾ എന്നീ ഒരു ഗെയിം തന്നെ ഇട്ടുകൊണ്ട് പോയിട്ട് കാര്യമില്ല. ഒന്നാമത് എനിക്ക് ഗെയിം കളിക്കാൻ ടൈം കിട്ടണില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്.